ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും വില ടിപ്സിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ക്യാഷ്വൽ വെയർ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു 2.5 മീറ്റർ തുണി എടുത്തിട്ടുണ്ട്, പിന്നെ ലേസ്. അപ്പോൾ സാധാരണ നമ്മളെ ബോഡിയിൽ നമ്മൾക്ക് തന്നെ എങ്ങനെ സ്വയം മെഷർമെൻറ്റ്സ് എടുക്കാം എന്നുള്ളതും കൂടി ഞാൻ കാണിക്കാം. ഫസ്റ്റ് ഞാനിപ്പോൾ ഒരു സ്റ്റിച്ചിങ് ഷോപ്പിലാണ് ഇപ്പം വന്നിട്ടുള്ളത്. അപ്പോൾ ആ ചേച്ചി എനിക്കപ്പോൾ അതൊക്കെ പറഞ്ഞു തരാം, കറക്റ്റ് മെഷർമെൻറ്റ്സ് എടുക്കുന്നതും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പാടില്ലാത്തതൊക്കെ അവിടെ നിന്ന് എനിക്ക് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്വയം നമുക്ക് എങ്ങനെ ഒരാൾക്ക് ഒറ്റയ്ക്ക് നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് നമ്മളുടെ ഫുൾ ലെങ്ത്, നമുക്ക് എത്രത്തോളം ലെങ്ത്ത് ബോഡിക്ക് വേണം, മുട്ടിലിൻ്റെ അവിടെ വേണോ അതിൽ കൂടുതൽ വേണോ എന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ നമ്മളുടെ ഇത് മാർക്ക് ചെയ്തെടുക്കാം. ഞാനൊരു 45 എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 44ഓ 43ഓ അങ്ങനെ ഗൗൺ ആണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് മെഷർമെൻറ്റ്സ് കുറച്ചെടുത്താൽ മതി. അങ്ങനെ നോക്കിയിട്ട് 41 ഉള്ളു. പക്ഷേ ഇപ്പൊ 42ആയി. അപ്പൊ നിനക്ക് ഈ ഇറക്കമാണെങ്കിൽ 42ആണ്. ഈ ഇറക്കത്തിൽ കൂടുതലാണ്. അപ്പൊ ഒരു 45 എടുത്തു. 45 45. അടുത്തത് ചെസ്റ്റ് നമ്മൾ എടുത്തപ്പോഴത്തേക്കും ഫസ്റ്റ് ഞാൻ ടൈറ്റ് ചെയ്ത് പിടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമത് ഒന്നും കൂടി എടുക്കുന്നുണ്ട്, കാരണം ഇപ്പം നമ്മൾ ചേച്ചി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് എടുക്കുന്നുണ്ട്, അത് കാണിക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ടൈറ്റ് ചെയ്ത് പിടിച്ചപ്പോഴത്തേക്കും നമുക്കധികം ടൈറ്റ് ചെയ്ത് പിടിക്കരുത്, കാരണം കുറച്ച് ഒരു 1 ഇഞ്ച് ലൂസെങ്കിലും വിട്ടിട്ട് വേണം നമ്മൾ പിടിക്കാനായിട്ട്. അപ്പോൾ ഞാനത് ചെസ്റ്റ് നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് 33 ആണ്, 34 33 ആ ഒരു ഇതിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേസ്റ്റ് നോക്കി, വേസ്റ്റ് നമ്മൾ അതേപോലെ തന്നെ ഒരു 1 ഇഞ്ച് ലൂസ് ഇടുന്ന രീതിയിൽ വേണം നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കാനായിട്ട്. അപ്പോൾ ഞാനെടുത്തപ്പോൾ ഒരു 30 എനിക്ക് പെട്ടെന്ന് കിട്ടിയത്. പക്ഷെ ഒരുപാട് ഞാൻ ലൂസാക്കി പിടിച്ചു, പിന്നെ കുറച്ചും കൂടി ടൈറ്റ് പിടിച്ചപ്പോൾ 28 ആണ് എനിക്ക് കിട്ടിയത്. ഇപ്പൊ എടുത്തോ, ഞമ്മൾ നോക്കാനില്ല. ജസ്റ്റ് 34, അതായത് ടൈറ്റ് ആക്കാതെ കറക്റ്റ് ഇങ്ങനെ ചേർത്ത് മറ്റേ തുമ്പ് വന്ന് 33 മുട്ടണം അല്ലേ? 33. പക്ഷെ 34 കുഴപ്പമില്ല. പിന്നെ ഇത് 31 എടുക്കട്ടെ, 31 എടുത്തോ. എന്താന്ന് വെച്ചാല് മറ്റേ നമ്മ സൈഡില് കെട്ട് ലൂസായി കിടക്കണേന്ന്. 30 എടുത്താൽ സാന്ദ്രം നമ്മൾ 4 ഇഞ്ച് കൂട്ടുമല്ലോ. 30 വേസ്റ്റ് 30. ഇനി 4 ഇഞ്ച് കൂട്ടുകയും വേണം. ഇവിടെ വേസ്റ്റ് കഴിഞ്ഞിട്ട് സീറ്റ് പിന്നെ നമ്മൾ സീറ്റ് വണ്ണാണ് കേട്ടോ നോക്കുന്നത്, കാരണം ഒരു ഷേപ്പ് ഫുൾ എടുക്കാന്നുണ്ടെങ്കിൽ ചെസ്റ്റ് വേസ്റ്റ് സീറ്റ്. അപ്പോൾ സീറ്റും കൂടി എടുത്ത് ഞാനപ്പോൾ ഒരു 40 വെക്കുന്ന രീതിയിൽ ലൂസാക്കി പിടിച്ചിട്ട് 40 എടുക്കുന്ന രീതിയിൽ നമ്മൾ സീറ്റും വണ്ണവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോഡിയുടെ മെഷർമെൻറ്റ്സ് ഒക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ഇനി നമുക്ക് ഷോൾഡർ നോക്കണം. ഷോൾഡർ ഇതിപ്പോൾ ഞാൻ കുർത്തി ഇട്ടേക്കുന്ന കൊണ്ടിട്ട് പഫ് സ്ലീവാണ്, അപ്പോൾ കുറച്ച് ഇങ്ങോട്ടേക്ക് ഷോൾഡർ കുറച്ച് കൂട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ സൈസ്, നമ്മളുടെ ബ്രായുടെ സൈസ് അനുസരിച്ചാണ് നമ്മൾ ഷോൾഡർ ചെസ്റ്റ് ഇതൊക്കെ കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 14 എടുത്തിട്ടുണ്ട് ഷോൾഡർ. ഓക്കെ, അപ്പോൾ ഷോൾഡറിൻ്റെ 14 ഏകദേശം നമ്മൾ തുണിയിലേക്ക് അത് മാർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്കും എങ്ങനെയും ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. അപ്പോൾ 13.5 ഇഞ്ച്. അപ്പോൾ ആ ഒരു കണക്കിലാണ് ഞാനിവിടെ ഷോൾഡർ മാർക്ക് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. 14 എടുക്കാം ഷോൾഡർ. 14 എടുക്കാമെന്ന് പറഞ്ഞത് നമ്മൾ എന്തായാലും സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കുറയ്ക്കും, 1/2 ഇഞ്ച് കുറയ്ക്കും. എന്നിട്ടാണ് നമ്മൾ തുണിയിലേക്ക് മാർക്ക് ചെയ്തിടുന്നത്. ബ്രാഡിട്ട് വന്നതില്ലേ ഇവിടെയാണ്. ബ്രാഡോ 5
അഞ്ചാ നമ്മൾ നെക്കാണ് നോക്കുന്നത്. നെക്ക് നമ്മളുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമുക്ക് എത്രത്തോളം താഴത്തേക്ക് വേണം എന്നുള്ളത് നോക്കുക. കറക്റ്റ് ഷോൾഡറിൻ്റെ നിങ്ങൾ ഒരു അളവെടുക്കുമ്പോഴത്തേക്ക് ഒറ്റയ്ക്ക് അളവെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു നല്ലൊരു പെർഫെക്റ്റ് കുർത്തി എടുത്തിടുക. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ സൈസ് കറക്റ്റായിട്ട് വേണം ഒരു കുർത്തി എടുത്ത് ഇട്ടിട്ട് ആ ഒരു മെഷർമെൻറ്റ്സിൽ തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ എൻ്റെ ഇത് ഞാൻ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ നെക്കിലേക്ക് നോക്കുമ്പോഴത്തേക്കൊരു 6 ഇഞ്ച് ഇറക്കാം, അത്രയൊക്കെ ഞാൻ വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വൈഡ് ഞാനൊരു 5.5 ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ നെക്ക് എടുത്തിരിക്കുന്നത്. സ്ക്വയറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാണിക്കണം വേണ്ടല്ല, ചുമ്മാ ഈ മോഡൽ മാത്രം കാണിച്ചാൽ പോരെ. അപ്പം ആ വയറ് നമുക്കൊരു 5-5.5 ഒരു വന്നിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ആം ഫിറ്റ് എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ആം ഫിറ്റ് ഞാൻ എടുത്തപ്പോഴത്തേക്കും ഒരു 16 ഇഞ്ച്, അതായത് നമ്മളിപ്പോൾ 8 ഇഞ്ച് 16 ഇഞ്ചിൻ്റെ പകുതിയാണല്ലോ എടുക്കേണ്ടത് ഒരു ഇതിൽ. അപ്പോൾ 16 ഇഞ്ചാണ് എനിക്ക് ടോട്ടൽ കിട്ടിയത്. അപ്പോൾ നമ്മൾ ആം ഫിറ്റ് അപ്പോൾ അത് കിട്ടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ എടുക്കുന്നത്. നമ്മളുടെ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ പിടിക്കുക, ഏകദേശം ഇങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. നെക്കിൻ്റെ അവിടെ കറക്റ്റായിട്ട് നിൽക്കുകയെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇത്രത്തോളം നമ്മൾ വെച്ചിട്ട് അങ്ങനെ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളുടെ വേസ്റ്റിൻ്റെ കണ്ടോ ഇത്രയും ഇങ്ങനെ വേണം നമ്മൾ പിടിക്കാനായിട്ട്. ഇങ്ങനെ നമ്മൾ ഈ ഒരു ഞാനിപ്പോൾ ഇട്ടേക്കുന്ന പോലെ കുറച്ച് ലൂസാക്കി പിടിക്കാൻ നോക്കാം. കുറച്ചും കൂടി ടൈറ്റ് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മൾ ബാക്കിൽ സിബൊക്കെ വെക്കാമെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈറ്റിൽ നമുക്ക് വയ്ക്കാം. ഇനിയിപ്പോൾ നെക്കാണ് കണ്ടോ. നെക്കിപ്പോൾ ഞാനൊരു 6 ഇഞ്ചാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് ഞാൻ താഴത്തേക്ക് കൊടുക്കുന്നത്. അപ്പോൾ 6 ഇഞ്ച് നമ്മൾ നെക്കിൻ്റെ ഇതും മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ വൈഡ് ഞാനൊരു 5.5. ഷോൾഡർ എടുക്കുമ്പോഴത്തേക്കും ബാക്കിൽ നിന്ന് ഇങ്ങനെ എടുക്കുക. നമ്മളുടെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ആ ഒരു കുർത്തിയുടെ അവിടെ നിന്ന് കറക്റ്റ് നോക്കുക. ഇതിപ്പോൾ ശരിക്കും സ്റ്റിച്ച് ചെയ്തേക്കുന്ന കുർത്തി ആയതുകൊണ്ട് ഒരു 13 ഇഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനൊരു 14 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ സ്ലീവ് ഞാനൊരു ചെറിയൊരു സ്ലീവാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലേസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ലേസിൻ്റെ ആ ഒരു ലെങ്ത്തും കൂടി നോക്കണം. അതനുസരിച്ച് വേണം നമ്മുടെ സ്ലീവിൻ്റെ ഇത് ലെങ്ത്ത് നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഏകദേശം ഇത് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഒരു 1.5 ഇഞ്ച് ഉള്ള അത്രയുണ്ട് നമുക്ക് ആ ഒരു ലേസിൻ്റെ ലെങ്ത്ത് വരാനായിട്ട്. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് നമ്മൾ നോക്കിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ടോട്ടൽ ലെങ്ത്ത് ഞാനൊരു 4 ഇഞ്ച് എടുക്കുന്നുള്ളൂ. ലേസും ഇതും കൂടി എല്ലാം കൂടി നമ്മളൊരു 4 ഇഞ്ച്. അപ്പോൾ നമ്മളെ ക്ലോത്ത് ഇതേപോലെ 4ആക്കി മടക്കി ഇടണം കേട്ടോ. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഒരു മോഡൽ ആ ക്ലോത്തിൻ്റെ അതൊരു ചീത്ത വശമുണ്ടല്ലോ, അപ്പോൾ അവിടെ തന്നെ ഒന്ന് വരച്ച് ചെറുതായിട്ടൊന്ന് നോക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് നമുക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് നമ്മൾ പാനൽ കട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതെന്നുള്ളത്. ഇവിടെ ഇത്രയും ഫ്ലെയർ ഉണ്ട്. ആ സമയത്ത് ഈ പീസ് ഇങ്ങനത്തെ പീസ് ആയതുകൊണ്ട് ഇത് തിരിച്ചെടുക്കണമെങ്കിൽ അതായത് ഇവിടെ ഒരു 1.5 ഇഞ്ച് താഴ്ത്തി കൊടുക്കണുണ്ട്. 1.5-1.25 ഇഞ്ച് താഴ്ത്തി കൊടുക്കണുണ്ട്. എന്നിട്ട് ആ 1.25 ചരിച്ച് വെട്ടാനാണ് കേട്ടോ ഷോൾഡറിൻ്റെ അവിടെ. കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴത്തോട്ട് എടുത്തിട്ടാണ് നമ്മൾ ഷോൾഡറിൻ്റെ ഇത് വരക്കാൻ പോണത്. എന്താണെന്ന് വെച്ചാൽ 9 ഇപ്പുറത്തും കൂടി വന്നപ്പോൾ 18. 4 പീസാകുമ്പോൾ 9, 18, 18, 32. 32ൻ്റെ കൂടെ 4 കൂടി കൂട്ടിയപ്പോഴാണ് 36 ആയത്. അപ്പോൾ കറക്റ്റ് 39. പക്ഷേ
9. ആ 9 എന്ന് പറഞ്ഞാൽ നമുക്ക് തയ്യൽ തുമ്പ് വേണം അതിന്. അപ്പോൾ അതായത് ഇവിടെ 9ൻ്റെ ഒപ്പം ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ്. 1.5 ഇഞ്ചെന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ എൻ്റെ ഇതിൽ എടുക്കണമെങ്കിൽ ഇപ്പോൾ 9. ഇപ്പം നമുക്ക് അല്ല ഈ 3.5. പക്ഷേ ഈ ഇപ്പം നീ എൻ്റെ പോലെ അത്രയും കറക്റ്റായിട്ട് നിനക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം 4 വരില്ലേ, 3.5 നമ്മുടെ ഇവിടെ നിന്ന് വരെയുള്ള അകലം 7. അതിൻ്റെ കൂടെ ഇവിടെ തയ്യൽ തുമ്പ് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/2 ഇഞ്ച് ഇട്ട് കൊടുക്കണേണ്. ആ 1/2 ഇഞ്ച് എന്നുള്ളത് കുറച്ചും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി തയ്ക്കുമ്പോൾ അതുപോലെ തന്നെ 3, 7, 3.5. ഇനി നമ്മൾ പാനൽ കട്ട് ചെയ്ത് മാർക്ക് ചെയ്യാനായിട്ട് നോക്കേണ്ടത് ചെസ്റ്റിൻ്റെ നമ്മൾ എടുത്തില്ലേ അവിടെ നോക്കാം. അത് കഴിഞ്ഞിട്ട് ചെസ്റ്റിൻ്റെ അവിടെ നമ്മളത് മാർക്ക് ചെയ്തു. അതായത് ആംഫിറ്റിൻ്റെ അവിടെ നിന്നാണല്ലോ നമ്മൾ ചെസ്റ്റിൻ്റെ എടുക്കുന്നത്. ആ ഒരു എനിക്കുള്ളത് ഒരു 9 ഇഞ്ച്, ഒരു 9.5 ഇഞ്ച് എടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ ബെസ്റ്റ് പോയിൻ്റ്, കാരണം നമുക്ക് ഫ്രണ്ടിലൊരു പാനൽ വരുന്നുണ്ടല്ലോ, ഫ്രണ്ടിലേക്ക് കട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബെസ്റ്റ് പോയിൻറ്റിൻ്റെ കറക്റ്റ് പോയിൻറ്റിൻ്റെ അവിടെ വെച്ചിട്ട് വേണം നമ്മൾ, അതായത് അപ്പുറത്തും ഇപ്പുറത്തും അടിപ്പ് വരുന്നത്. അതനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു ഫ്രണ്ടിലത്തെ പീസ് ഉണ്ടോ ഒരു ബോക്സ് പോലെ വെച്ചിരിക്കുന്നത് നമ്മൾ 4 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്തിട്ട് 4 ഇഞ്ചാണ് ആ ബോക്സ് ആക്കിയിരിക്കുന്നത്. മറ്റേത് നമ്മൾ സാധാരണ പോലെ തന്നെ നമ്മളുടെ ചെസ്റ്റും അതിൽ 1.5 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടിയിട്ട് അങ്ങനെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുത്തു. ചെസ്റ്റ് കറക്റ്റ് ആക്കിയിട്ട് വേണം നമ്മൾ വേസ്റ്റിലേക്ക് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 8 ഇത്രയൊക്കെ എടുക്കണമെങ്കിൽ ഒരു ലേസ് ഇങ്ങനെ അങ്ങോട്ട് ഷേപ്പ് വരാൻ വേണ്ടി വിടാം. ഇതിങ്ങനെ ഒന്ന് ചരിച്ചങ്ങോട്ട് കൊടുക്കണമെങ്കിലില്ലേ. അപ്പോൾ മേളിൽ നിന്ന് 4 ഇഞ്ച് കൂട്ടിയിട്ട് താഴേക്ക് വരുമ്പോൾ കുറച്ച് ഒരു ഷേപ്പ് പോലെ ഇങ്ങനെ കൂട്ടി എടുക്കുന്ന രീതിയിലാണ് നമ്മൾ താഴത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തത്. ഫസ്റ്റ് മേളിൽ നിന്ന് പറഞ്ഞില്ലേ ബെസ്റ്റ് പോയിൻ്റ് അവിടെ 4 ഇഞ്ച് കൂട്ടിയിട്ട് താഴത്തേക്ക് വരുമ്പോൾ അത് 5, 6 അങ്ങനെ ഒരു വീതി കൂടി താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ ഒരു ഫ്ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ചെറിയൊരു ഷേപ്പ് പോലെ ഇങ്ങനെ അംബ്രല്ല പോലെ അവിടെ നിന്ന് തന്നെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് പോകുന്നത്. ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഒന്ന് ഒതുങ്ങിയിരിക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ട് ശരിക്കും ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് താഴത്തോട്ട് വയ്ക്കുക. അപ്പോൾ ഒരു ലേശം ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ എടുക്കുമ്പോൾ എന്താ ഇത് പിന്നെ ഈ ഒരു പോയിന്റ് ഉണ്ടാ എത്രയാണ് 20 ഷേപ്പ് പറഞ്ഞത് 28. ആ 28ൻ്റെ കൂടെ 28, 29, 30, 31, 32 ഇതുപോലെ തന്നെ 9.5 ഇഞ്ച് കൂട്ടിയെടുക്കണേണ് തയ്യൽ തുമ്പ്. ആ തയ്യൽ തുമ്പ് എടുത്തിട്ട് ഈ പോയിന്റില്ലേ നമ്മുടെ ആ ഷേപ്പിന്റെ പോയിന്റാണിത് കേട്ടോ. ആ ഷേപ്പിന്റെ പോയിന്റിൽ നിന്ന് പിടിച്ചോട്ടാടാം ഇങ്ങനെ അങ്ങോട്ട് ഇതും ഇത് സൈഡിൽ നിന്നുള്ള പീസ് ഇവിടെ നിന്ന് നമുക്ക് കൈപ്പ് കൊടുക്കാം. ഇനി നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് നന്നായിട്ടൊന്ന് ഇതൊരു ഇച്ചിരി തെന്നിക്കളിക്കുന്ന തുണിയാണ്, അതുകൊണ്ട് തന്നെ കറക്റ്റ് നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനും ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചു കൊടുത്തിട്ടാണ് ചേച്ചീനെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ നന്നായിട്ടത് 6 പാനലല്ലേ, അപ്പോൾ അത് കട്ട് ചെയ്ത് നല്ല രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം. 12 ഇഞ്ച് ഇതിപ്പോൾ ഞാനിങ്ങനെ വെട്ടിയെന്നോർത്ത് ഇത് ഫുള്ളും വെക്കണ്ട കേട്ടോ, വെട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും വേണ്ടത് ഒരു 6 ഇഞ്ചൊക്കെയാണ്. 1 ഇഞ്ച് കഴിക്കുമ്പോൾ ഇടുന്നോട്ടെ. 6, 6, 12, 13. ഇതെന്തോരം മേടിച്ചിട്ടുണ്ട്? 1 മീറ്റർ. ഈ ലൈസ് കംപ്ലീറ്റ് തയ്ച്ച് ഇവിടെ ഉണ്ടാ. അപ്പോൾ ഇതിൻ്റെ അതിങ്ങനെ ചരിച്ചടിക്കേണ്ടി വരും. എന്നുവെച്ചാൽ നിൻ്റെ വണ്ണത്തിനനുസരിച്ച് ഇങ്ങനെ പോകും. ഇതിങ്ങനെ അങ്ങനെ ചരിച്ചടിക്കണമെന്ന് പറഞ്ഞാൽ എന്തായാലും കൈ ഇവിടെ ടൈറ്റിൽ വേണ്ടേ, ലൂസിലല്ലല്ലോ എടുക്കണം. അപ്പം അത് ഇവിടുത്തെ ഇച്ചിരി വണ്ണം ഉണ്ട്, ഈ ആംഫിറ്റിന് വണ്ണമുണ്ട്.
കൈയുടെ ഇവിടെ അധികം വണ്ണം ഇല്ലല്ലോ, ഇവിടെ അല്ലെങ്കിൽ വണ്ണം കുറവായിരിക്കൊള്ളാം പിന്നിലും. പക്ഷേ ഇത് നിൻ്റെ നേരെ ഇച്ചിരി കൂടി ഇതായിട്ടാണ്, ഇവിടെ ഇച്ചിരി ചെറുതായിട്ട് ഇവിടെ ഇത്തിരി വണ്ണം കൂടുതലായിട്ടാണ് വന്നത്. അപ്പം നീ ഈ പറഞ്ഞ പോലെ തന്നെ ആ 12 ഇവിടുത്തെ വണ്ണം, നിനക്ക് 12. ഇത് നമ്മൾ ജസ്റ്റ് ഒരു ത്രെഡ് വെക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പാനലിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒരു മോഡൽ ഇങ്ങനെ ത്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ഇതിപ്പോൾ ഇതുകൊണ്ടോ ഒരു വേസ്റ്റ് പീസ് ആയിരുന്നു നമ്മൾ ബനിയാൻ ഷേപ്പ് ചെയ്തതിൻ്റെ, അപ്പോൾ അത് വെച്ചിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അത് ഒന്ന് ചെറിയൊരു ഇതായിട്ട് മടക്കി അടിച്ചിട്ട് ആ ത്രെഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ പാനൽ അത് 2 പീസും കൂടി നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. കറക്റ്റ് താഴെ മേളിൽ ഷോൾഡറൊക്കെ നോക്കിയിട്ട് കറക്റ്റ് നോക്കിയിട്ട് വേണം ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. അത് കറക്റ്റായിട്ട് നോക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് ടൈം ഞാൻ ഇതേപോലെ പാനൽ ചെയ്തപ്പോഴത്തേക്കും അടിച്ച് വന്നപ്പോഴത്തേക്കും താഴെ നമുക്ക് ഇറക്കം ഒരുപാട് കുറഞ്ഞതുപോലെ തോന്നിയായിരുന്നു. അപ്പോൾ നമുക്ക് ഒരുപാട് ഇറക്കം നമ്മൾ എടുത്തതിനെക്കാട്ടും കുറഞ്ഞു പോയി. പിന്നെ ഫ്രില്ലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അത് നമ്മൾ നോക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് തന്നെ ഒപ്പം തുണി ക്ലോത്ത് ഇങ്ങനെ പിടിച്ചിട്ട് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മൾ ത്രെഡ് പിടിപ്പിക്കാനുള്ള ആ ഒരു പീസില്ലേ, അത് നമ്മളിങ്ങനെ ഒരു 3-4 മടക്ക് മടക്കിയിട്ട് ചെറിയ ത്രെഡ് പോലെ ആക്കിയിട്ട് അടിച്ചെടുക്കുകയാണ്. ഇതൊരു ബനിയാൻ സ്റ്റഫ് ആയതുകൊണ്ട് തന്നെ വരഞ്ഞ ടൈപ്പാണ്. അപ്പോൾ അതൊന്ന് ചെറിയൊരിതായിട്ട് ത്രെഡ് പോലെ നമുക്കിത് അടിച്ചെടുക്കണം. അടുത്തായിട്ട് നമ്മളുടെ ഇത് കണ്ടോ, നമ്മളിപ്പോൾ ത്രെഡൊക്കെ വെച്ച് കറക്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഓവറോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമ്മളുടെ എവിടെയെങ്കിലും സ്റ്റിച്ച് പിടിക്കാത്തതുണ്ടോ. കാരണം നമ്മൾ പാനൽ അടിക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ നോക്കുക. എവിടെയെങ്കിലും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫ്ലോപ്പായിട്ട് വരും. അപ്പോൾ എല്ലാം ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കുക. ബാക്ക് പീസ് നോക്കുക, ഫ്രണ്ട് പീസ് നോക്കുക, താഴെ കറക്റ്റാണോ നോക്കുക. എന്നിട്ട് വേണം അടുത്ത കാര്യങ്ങളിലേക്ക് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഞാൻ സ്ലീവ് പിടിപ്പിക്കാനായിട്ട് ലേസ് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിപ്പം നമ്മൾ സ്ക്വയർ നെക്കാണ് എടുക്കുന്നത്. ലെങ്ത്ത് 6 ഇഞ്ച്. ഇത് ബാക്ക് നെക്കാണ്, യു ആണ് എടുക്കുന്നത്. ഒരു 3 ഇഞ്ച് ലെങ്ത്തിലേക്കാണ് ഞാൻ ബാക്ക് നെക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓവറോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ജോയിൻ ചെയ്താൽ മതി, ഷോൾഡർ ജോയിൻ ചെയ്താൽ മതി. അതിന് മുമ്പായിട്ട് കുറച്ച് പണികളും കൂടി ഉണ്ട്. അതായത് നമ്മൾ താഴത്ത് നമ്മുടെ ലെവൽ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നെക്ക് നമ്മൾ സ്ക്വയറാണ്, അത് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കണം. ബാക്കിൽ നമ്മൾ കൊടുക്കുന്നത് യു നെക്കാണല്ലോ, അപ്പോൾ അത് നമ്മൾ ലെങ്ത്ത് എടുത്തിരിക്കുന്നത് 3 ഇഞ്ചാണ്. അപ്പോൾ അതൊക്കെ കറക്റ്റാണോ നോക്കുക, വിട്ട് കറക്റ്റാണോ നോക്കുക. എന്നിട്ട് വേണം തുണിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ സ്ലീവ് നമ്മൾ ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തല്ലേ, അത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത്, അപ്പോൾ ആ ലെങ്ത്തിനെക്കാട്ടും കൂടുതലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടത് മേളിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് അത് കട്ട് ചെയ്ത് മാറ്റുക. ഈ ഡ്രസ്സിൻ്റെ ഫുള്ള് വീഡിയോയും കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് എടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ സ്റ്റിച്ചിങ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.